ഡിയർ ആസ്പിരൻസ്, ഇന്നായിരുന്നു NDA NA എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ കുറച്ചുപേർ എന്തായാലും ഈ പരീക്ഷ എഴുതി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എഴുതിയവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആൻസർ കീ വരും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരുന്നു പരീക്ഷ. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇപ്പം തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും അല്ലേ, പരീക്ഷ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ചില ആൾക്കാർ സിമ്പിൾ ആയിരിക്കും, ചിലർക്ക് ചിലപ്പോൾ അത്ര സിമ്പിൾ ആയില്ല എന്ന് വരാം. ഇനി സിമ്പിൾ അല്ലാത്ത ആൾക്കാർക്ക്, സിമ്പിൾ ആയ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇഫ് യു തിങ്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ SSB. സ്റ്റേജ് 2 എന്താണ്? ഇഫ് യു ക്ലിയർ റിട്ടൺ എക്സാം, അടുത്ത സ്റ്റേജ് SSB ഇന്റർവ്യൂ ആണ്. സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ്. ഇനി ക്ലിയർ ആകാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ക്ലിയർ ആകാൻ ചാൻസ് ഇല്ല, പരീക്ഷ ഡിഫിക്കൽട്ട് ആയിരുന്നു, കുറച്ചുകൂടി പഠിക്കായിരുന്നു എന്ന് തോന്നിയ ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത NDA എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതായത് സെപ്റ്റംബറിലായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് എക്സാം വരാൻ പോകുന്നത്. ക്ലാസ് 11th കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ്, ക്ലാസ് 12th കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ്, ഇവർ രണ്ടാളും ഈക്വലി എലിജിബിൾ ആണ് ഈ പരീക്ഷയ്ക്ക്. സെപ്റ്റംബർ പരീക്ഷയുടെ കാര്യം പറയുന്നത്. ഈ പരീക്ഷ മോശമായ ആൾക്കാരുണ്ടെങ്കിൽ ദിസ് ഈസ് ദ മൊമെന്റ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇത് എനിക്ക് വേണം എന്നാണെങ്കിൽ നെക്സ്റ്റ് കമ്മിങ് 3 to 4 months ആർ ഗോയിങ് ടു ബി വെരി ക്രൂഷ്യൽ. ഇപ്പൊ നിങ്ങൾ ഈസി ആയിരുന്നു, ഇനി പരീക്ഷ അടുത്ത നോട്ടിഫിക്കേഷൻ വരട്ടെ, ഓക്കെ, അത് കഴിഞ്ഞ് അതിന്റെ അഡ്മിറ്റ് കാർഡ് വരട്ടെ, എന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ പരീക്ഷ കിട്ടില്ല. ഇത് ആക്ച്വലി വളരെ സിമ്പിളായ ഒരു എക്സാം ആണ്. ഞാൻ എന്തുകൊണ്ടാണ് സിമ്പിൾ എന്ന് പറയുന്നത്? എത്രയാണ് ടോട്ടൽ മാർക്ക്? 900. ഔട്ട് ഓഫ് 900 ആണ് സ്കോർ വരുന്നത്. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എത്രയായിരുന്നു അറിയോ? ലാസ്റ്റ് ഇയർ ആർക്കെങ്കിലും അറിയോ? ബോയ്സിന് വന്ന കട്ട് ഓഫ് 305 ആയിരുന്നു. ഓക്കെ, 305. ഗേൾസിന്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 359. 50% പോലും വേണ്ട ഈ എക്സാം ക്ലിയർ ചെയ്യാൻ. 50% പോലും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ എക്സാം സിമ്പിൾ ആണ്, പ്രൊവൈഡഡ് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് രീതി അറിയണം എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന്. നിങ്ങൾ പഠിച്ച 11th-ലും 12th-ലുള്ള സബ്ജക്ട്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എക്സ്ട്രാ വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, കറണ്ട് അഫെയർസ്, ഇതുപോലത്തെ കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ വരും. അല്ലാതെ നിങ്ങൾ പഠിച്ച മാത്സ് തന്നെയാണ്. ഓക്കെ, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതൊക്കെ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പരീക്ഷ ഈസിയായി ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. കട്ട് ഓഫ് എത്രയാണ്? 305 ലാസ്റ്റ് ഇയർ വന്നത്. ഓക്കെ, അതായത് 6 months മുന്നേ നടന്ന എക്സാമിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ, ഓക്കെ, ഇഫ് യു ആർ വെരി സീരിയസ്, ഈ ഒരു പ്രിപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്പാർ ഡിഫൻസ് ഈസ് ലോഞ്ചിങ് ദി ശൗര്യ ബാച്ച്, ദ ഫസ്റ്റ് ബാച്ച്. ഓക്കെ, ഡെഡിക്കേറ്റഡ് ബാച്ച് ഫോർ NDA പ്രിപ്പറേഷൻ ഫോർ സെപ്റ്റംബർ ബാച്ച്. ഓക്കെ, അതായത് സെപ്റ്റംബറിൽ നടക്കാമെന്ന എക്സാമിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ്ലി പ്രിപ്പയർ ചെയ്യുന്ന ബാച്ച്. ഇനി ആരെങ്കിലും 10th കഴിഞ്ഞ ആൾക്കാരുണ്ട്, അവർക്ക് ഇപ്പം തന്നെ NDAക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അഗെയിൻ യു ക്യാൻ കണക്ട് വിത്ത് us. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആ സമയത്ത് പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബറിൽ നടക്കാമെന്ന എക്സാമിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വിക്ക്ലി ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞേക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, നോ നോൺസെൻസ്, ഓൺലി ടു ദ പോയിന്റ്. എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശൗര്യ ബാച്ച്. അപ്പൊ ഈ ബാച്ച് അല്ല, ഇത് ഡെഡിക്കേറ്റഡ് ബാച്ച് ആണ്. സെപ്റ്റംബർ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 11th കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ്, 12th പോകുന്ന സ്റ്റുഡൻസ് ഇതിന് എലിജിബിൾ ആണ്. അത് കൂടാതെ തന്നെ 12th കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് എലിജിബിൾ ആണ്. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ലാസ്റ്റ് പറയാം, ഏത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരാണ് ക്ലിയർ ആയിട്ട് എലിജിബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സോ ദീസ് സെഷൻസ്, ഈ സെഷൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് എക്സ്പേർട്ട് പാനൽസ് ആണ്. അതായത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഞാൻ NDA മാത്രമല്ല പറയുന്നത്, സിവിൽ സർവീസ് എക്സാം, അതേപോലെ CDS ഒക്കെ, കോമ്പറ്റേറ്റീവ് ഡിഫൻസ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത ആൾക്കാരാണ് ഈ സബ്ജക്ട് എടുക്കുന്നത്. അതായത് നമുക്ക് അറിയാം വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, എന്താണ് ബെയർ മിനിമം, എന്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജി വെച്ച് പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ എക്സാം വളരെ സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ സിമ്പിൾ എന്ന് റിപ്പീറ്റഡ്ലി പറയുന്നത് വെറുതെ അല്ല, ഇത് സിമ്പിൾ ആണ്. ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ഈ പരീക്ഷ വളരെ ഡിഫിക്കൽട്ട് ആയി തോന്നുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ കോഴ്സിൽ വരുന്നത്? കംപ്ലീറ്റ് സിലബസ് കവറേജ്, എന്താണോ റിക്വയർഡ് സിലബസ് ഉള്ളത് അത് കംപ്ലീറ്റ്ലി കവർ ചെയ്യും. ആൻഡ് ദീസ് ആർ ഓൾ റെക്കോർഡഡ് ക്ലാസ്സസ് വിച്ച് യു ക്യാൻ സീ ഫ്രം യുവർ ഹൗസ്. വീട്ടിൽ ഇരുന്നുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ക്ലാസ്സസ്. ഓക്കെ, വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് ഈ ക്ലാസ്സസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, PYQ അനാലിസിസ്. ഇപ്പൊ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞത്, ഓക്കെ, എഴുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാവും. ഇനി എഴുതാൻ പോകുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന് നോക്കുക, ഒന്ന് ഓടിച്ചു നോക്കുക. ചിലപ്പോൾ ഉത്തരങ്ങൾ അറിയണമെന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ഹാങ് ഓഫ് ഇറ്റ്. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്.
അപ്പൊ ഇതന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു സെഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു 4 to 5 years വരെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് രീതിയിലാണ് UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏതൊക്കെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് അനാലിസിസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, വൺസ് യു സ്റ്റാർട്ട് ലേണിംഗ്, പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, അത് പഠിക്കുന്ന കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ. ഓക്കെ, അതായത് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചോദ്യം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ എഴുതുന്ന രീതിയിലല്ല ഇതിനൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതിൽ കുറെ സൈക്കോളജിയും വർക്കൗട്ടും, ചില കേസസ് നമുക്ക് ഉത്തരം അറിയില്ലെങ്കിലും കൂടെ ഓപ്ഷൻസിലൂടെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ കുറെ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, UPSC NDA അതേ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് നമുക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം, നമുക്ക് നോക്കാം ഏത് ലെവൽ വരെ നമ്മുടെ പ്രിപ്പറേഷൻ പോകുന്നുണ്ട്, എവിടെ കറക്ഷൻസ് റിക്വയർഡ് ആണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് സ്ട്രാറ്റജി സെഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എക്സാം എന്ന് പറയുന്നത് വെറുതെ ഞാൻ പഠിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നല്ല. ഓക്കെ, ഇതിൽ കുറെ സൈക്കോളജി വർക്കൗട്ട് ആവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓപ്ഷനിലൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഓപ്ഷനിലൂടെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. അറിയാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആദ്യം ഏത് സ്ട്രാറ്റജി, ഏത് ഫോർമാറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. കുറെ ആൾക്കാർ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, കുറെ ആൾക്കാർ മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, കുറെ ആൾക്കാർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ഇംഗ്ലീഷ് വെച്ച് തുടങ്ങണോ, GK വെച്ച് തുടങ്ങണോ, ഫിസിക്സ് വെച്ച് തുടങ്ങണോ. അപ്പൊ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. ഏതാണോ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ അതായിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സ്ട്രാറ്റജി സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ് യു ക്യാൻ ചൂസ് ദി റൈറ്റ് സ്ട്രാറ്റജി വിച്ച് ഫിറ്റ്സ് യുവർ ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. സബ്ജക്ട് വൈസ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. വെർ യു ക്യാൻ ആസ്ക് വാട്ട് എവർ റിലവൻറ്റ് ഡൗട്ട്സ് യു ഹാവ് റിഗാർഡിംഗ് ദ സബ്ജക്ട്സ്. ഓക്കെ, അപ്പൊ 11th ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന്, ഓക്കെ, അതായത് 11th കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് 12th നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സിലബസിലെല്ലാം കവർഡാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാം കവർഡാണ്. അതായത് നിങ്ങൾ 12th കംപ്ലീറ്റ് സിലബസ് തന്നെ ഇതിലുണ്ടാവും, മാത്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അതൊരു ആഡഡ് ബെനിഫിറ്റ് ആണ്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സെപ്റ്റംബറിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ ശൗര്യ ബാച്ച്, ഫസ്റ്റ് ബാച്ചിൽ വരുന്ന സ്റ്റുഡൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മളൊരു ബോണസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ആ ബോണസ്? നിങ്ങൾക്കറിയാം, റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞാൽ വരുന്ന ഒരു വലിയ കടമ്പയാണ് എന്താണ്, സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ, SSB ഇന്റർവ്യൂ. ഇതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. യു ക്യാൻ സീ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഗോ വാച്ച് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ SSBന്റെ കംപ്ലീറ്റ് മെന്റർഷിപ്പ് വിൽ ബി ഗിവൺ ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് നമ്മൾ ഈ ശൗര്യ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആരാണോ സെപ്റ്റംബറിൽ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യുന്നത് അവർക്ക് ഈ കോഴ്സ് നമ്മൾ ഫ്രീ ആയി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ചിലുള്ള സ്റ്റുഡൻസിന് മാത്രമാണ്. ഫൈൻ. ഇനിയിപ്പോൾ നമ്മളൊരു സക്സസ് സ്റ്റോറി കാണുകയാണെങ്കിൽ, ദ പീപ്പിൾ ഹു ഹാവ് ക്ലിയർഡ് ഫ്രം us, നമ്മുടെ അടുത്ത് നിന്ന് വന്ന് സെലക്ട് ആയി യൂണിഫോം ഇട്ട ആൾക്കാർ, ഓക്കെ, എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസും യു ക്യാൻ സീ ഹിയർ. ഓക്കെ, ദ പീപ്പിൾ ഹു ഹാവ് സെക്യൂർഡ്, ഓക്കെ, യു ക്യാൻ ബി ദ നെക്സ്റ്റ് പേഴ്സൺ. ഓക്കെ, യു ക്യാൻ കീപ് ഓൺ ഗോയിങ് ദിസ്. ഓക്കെ, so കണ്ടല്ലോ. ഓക്കെ, യു ക്യാൻ ബി ദ നെക്സ്റ്റ്. ദ ഓൺലി തിങ് റിക്വയർഡ് ഇസ് യുവർ ഡെഡിക്കേഷൻ. ഇത് വേണമെന്നാണെങ്കിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഈ കണ്ട ഫോട്ടോയിൽ കണ്ട ആൾക്കാരൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ദേ ആർ വെയറിംഗ് ദി യൂണിഫോം. ഓക്കെ, നൗ ഇഫ് യു ആർ പാഷനേറ്റ്, നിങ്ങൾക്ക് ഇതാണ് ഡിഫൻസ് പോകണം, NDA ത്രൂ പോകണം, ഒരു ഓഫീസർ ആകണം എന്നാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വി ഹാവ് വെരി ലിമിറ്റഡ് ടൈം. ഒരു കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ നടത്തിയാൽ മാത്രമേ ഈ പരീക്ഷ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ കോഴ്സിന് വെച്ചിരിക്കുന്ന ഫീ ആക്ച്വലി ദിസ് ഇസ് 13,000 ആണ് യൂഷ്വലി നമ്മൾ മേടിക്കുന്നത്. 12,999, 7,999 ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഫീസ്. ഇത് ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ്. ഓക്കെ, ഫസ്റ്റ് 100 സ്റ്റുഡൻസിന് മാത്രമാണ് ഇതുള്ളത്. ഓക്കെ, ഫൈൻ. ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് ചോദിക്കണമെങ്കിൽ ഇതിലൊക്കെ ചോദിക്കാം. ഓക്കെ, നൗ ദിസ് ഇസ് ഓൺലി ഫോർ ദ സീരിയസ് ആസ്പിറൻസ്. ഇതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് കൊടുക്കുന്നത്. ക്ലാസ് 11th കഴിഞ്ഞ ആൾക്കാർക്ക് ബെസ്റ്റ് ടൈം ആണ് ടു പ്രിപ്പയർ ഫോർ NDA.
ഓക്കെ, 12th സിലബസ് കഴിയണമല്ലോ, ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കോഴ്സിൽ കംപ്ലീറ്റ് 12th സിലബസ് കവേർഡ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് NDA എക്സാമിന് വേണ്ടത് കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. ഓക്കെ, ഫൈൻ. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, join now. ഓക്കെ, സോ ഡീറ്റെയിൽസ് അറിയാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലത്തെ എലിജിബിലിറ്റി കാണാം ഇവിടെ. 2nd Jan 2008 മുതൽ 1 July 2010 ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. 11th ആണെങ്കിലും 11th കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും 12th കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും. ഓക്കെ, ഫൈൻ. സോ ഐ ഹോപ്പ് whatever we discussed today was useful for you. So for more details, you can connect us. I'll see you in the class.